ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഏതെങ്കാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് നമ്മുടെ സ്വന്തം നൂറിൻ്റെ ചെടിക്ക് വേണ്ടിയാണ്. ഇത്രയധികം വെറൈറ്റി നൂറിന് വേറെ എവിടെയും കിട്ടില്ലാത്തതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇവിടെയുള്ള കുറച്ച് നൂറിൻ്റെ വെറൈറ്റീസ് പരിചയപ്പെടുത്താമെന്ന്. എന്തു പറയുന്നു? അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയും ഇല്ല എന്നുള്ളത്. അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, പിന്നീട് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കേ. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇതാണ് ടോർച്ച് ബ്ലോ റൈറ്റ്. ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം ബാക്കിയുള്ള വെറൈറ്റീസൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. നോക്ക് എന്ത് മനോഹരമാണെന്ന്. ഇനി അടുത്തത് ഒരു മിക്സ്ഡ് കളർ വരുന്ന കേട്ടോ. ഇതിനകത്ത് ഒരു പിങ്കും ഒരു വൈറ്റും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള, നമുക്ക് എന്ത് രസമാണ് കാണാൻ. ഇതൊക്കെ 100-ന് വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തതാണ് ഇത് നമുക്ക് പിങ്ക്. ഇത് നാടനാണെന്ന് തോന്നുന്നല്ലേ. ഇതാണ് നാടൻ. നമുക്ക് എന്ത് രസമാണ് പൂത്ത് നിൽക്കുന്നതെന്ന്. എന്ത് വലിയ ചെടിയാന്ന് നോക്കിക്കേ ഇതൊക്കെ. അടുത്തത് വൈറ്റ്. ഇതും നമ്മുടെ നാടൻ തന്നെ വൈറ്റ്. അതിൻ്റെയൊക്കെ ഇഷ്ടം പോലെ വലിയ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ 100-ന്. ഇനി അടുത്തത് വേറൊരു വെറൈറ്റി നോക്കിക്കേ. ഓ, രാവിലെ തന്നെ നല്ല കാറ്റുണ്ട് ഇവിടെ. ഇതാണ് ചിത്ര. അത് ചിത്രയിൽ പല വെറൈറ്റീസ് ഉണ്ട്, അതിലൊരു ഷെയ്ഡാണേ. നോക്കിക്കേ, 2 കളേഴ്സ് വരുന്നിട്ട് എന്ത് രസമാണ്. ഇനി അടുത്തത് പിങ്കിൽ തന്നെ വരുന്ന വേറൊരു കളറ്. ഇതിൻ്റെ ഇലയാണ് വെരിഗേറ്റഡ്. അമ്മയാണ് എനിക്ക് ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ ബാക്കി തരുന്നത്. നിങ്ങൾക്ക് കേൾക്കാമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അടുത്തത് നാടൻ ഓറഞ്ച്. നോക്ക് എന്ത് രസമാണ്. അടുത്തതേ പിന്നെ ഒരു വെറൈറ്റി. ഇത് ചിത്രയിലെ ഡബിൾ കളർ വരുന്നത്. കണ്ടോ, ഇങ്ങനെ എഡ്ജിൽ വയലറ്റ്, ഇങ്ങനെ പർപ്പിള്, അങ്ങനെ കളർ മാറി ചേഞ്ച് ചെയ്തു. വാവ്, നോക്ക്. നിങ്ങൾക്ക് കണ്ടറിയാം ഇതെന്ത് വലിയ ചെടിയാണ്. അതിനകത്താണ് ഇത് വരുന്നത്. ഇതും ചിത്രയിൽ തന്നെയുള്ളതാണ്. ഡബിൾ കളറുള്ള ഒരു ചിത്രയാണ്. അതിലിപ്പോൾ വൈറ്റ് പൂ മാത്രമേ ഉള്ളൂ. മറ്റേ കളറ് കുറച്ച് കഴിയുമ്പോൾ വരും. അത് പോയി. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുകയാണ്. പിന്നെ ഇത് നാടൻ വെറൈറ്റി പെട്ടതാണ്. പക്ഷേ ഇതിൻ്റെ ഫ്ലവർ നല്ല വലിപ്പമുള്ള ഫ്ലവറാണ്. ഹായ്, അതിൻ്റെ ഇലയും നല്ല രസമുണ്ട്. നോക്കിക്കേ എന്ത് വലിയ ചെടിയാന്ന്. അടുത്തത് ഇതാണ് ഡോക്ടർ റാവു. വലുതാകുമ്പോൾ നല്ല റെഡ് കളർ വരും. ഓക്കേ, ഒരു പീച്ച്. ഇതെല്ലാം നാടനാന്ന് പറയാൻ പറ്റില്ല. ഇത് പീച്ച് കളറ്. നിങ്ങൾക്കിത് ക്ലിയറായിട്ട് കാണാമോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ വെറൈറ്റി നല്ല രസമുണ്ട് കാണാൻ. ഇത് നാടൻ യെല്ലോയാണ്. നോക്കിക്ക് എന്ത് രസമായി യെല്ലോ നിൽക്കുന്നത് കാണാൻ. ഹായ്. ഇനി ഇത് ഒരേ ഫാമിലി പെടുന്നതാണല്ലേ. ഓ, യെല്ലോയിൽ തന്നെ വേറെ യെല്ലോ. ഇതാണ് ലേഡി യെല്ലോ എന്ന് പേരുള്ള യെല്ലോ. ഇതിൻ്റെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡിഫറൻസ് ഇങ്ങനെ അടുത്ത് വെച്ചാലേ തിരിയും. ഹായ്, എന്ത് രസം. ഓക്കെ, ഇത് മഹാര ഐറ്റത്തിലുള്ള ചെടികളാണ്. മഹാര ഐറ്റമാണ് ഇത്. പിങ്കും വൈറ്റും കൂടി മിക്സ് ആയിട്ടുള്ള കളറ്. ഇത് തനി റെഡ്. ഇത് മഹാര പിങ്ക്. ഇത് മഹാര ഗോൾഡ്. ഇത് മഹാര റെഡ്. അല്ല, റെഡല്ല, പ്യുവർ വൈറ്റ് അല്ലേ. അങ്ങനെ 5 ഡിഫറെൻറ്റ് കളർ. വാവ് വാവ്, എല്ലാം നോക്കി എന്ത് വലുപ്പമുള്ള ചെടികളാണ്.
ഇത് നാടൻ തന്നെ പർപ്പിളാണ് ഈ കളർ. നാടൻ പർപ്പിൾ കളർ. പർപ്പിൾ റെഡല്ല, പർപ്പിൾ. അത് അടുത്തിരുന്നാലാണ് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ. ഇത് കണ്ടോ, നാടൻ പിങ്കും, നാടൻ പിങ്കല്ല അങ്ങനെ, ഇതിൻ്റെ റെഡ്. ഓക്കെ, ഇനി ഇത് അതൊരു നല്ല ഹൈബ്രിഡ് പെട്ട ഒരു ചെടിയാണ്. വലിയ ഫ്ലവറാണ്. ചെടി വലുതാകും. വാവ്, ഇത് നൈസ് ഒരു പിങ്ക് അല്ലേ, പിങ്ക് പീച്ച്. ഓക്കെ, ഇനി ഇത് പീച്ച്. വാവ്, വാട്ട് എ നൈസ് പീച്ച്. ഇതാണ് നാടൻ റെഡ്. ഹായ്, നാടൻ പിങ്ക്. നാടൻ റെഡ്. ഓക്കെ, ഇതിപ്പം വന്ന ഒരു സ്റ്റോക്കാണ്. ഇതിൽ ഡബിൾ കളർ വരുന്നുണ്ട്. നല്ല രസം. ഫ്ലവറായി വരുന്നതേ ഒരു ഉള്ളൂ. ജസ്റ്റ് ഇത് ഫ്ലെയിം റെഡിൻ്റെ ഒക്കെ പോലെ അല്ലേ? അല്ല അല്ല, ആ ഒരു കളറ് അതല്ല. വയലറ്റിൻ്റെ 2 ഷെയ്ഡാണ് കാണിക്കുന്നത്. ഇത് വയലറ്റിൻ്റെ ഡാർക്കും, ഇത് വയലറ്റിൻ്റെ ലൈറ്റും. ലൈറ്റ് കളറും. ഇതാണ് ചോക്ലേറ്റ്. ഇത് പീച്ച്. ചോക്ലേറ്റ് ബ്രൗൺ അല്ല, ഇങ്ങനെ വരുന്നു. അത് കഴിഞ്ഞിട്ട് അത് വേറെ കളറായി മാറും. പിങ്കായിട്ട് കളർ. വാവ്, ഇത് സോ നൈസ്. ഇതൊരു ഡബിൾ കളർ, ഒരു നാടൻ ചെടിയാണ്. അടുപ്പിച്ച് വെച്ചാലേ തിരിയുള്ളൂ. വീഡിയോക്കകത്ത് ക്ലിയർ ആയിട്ട് തിരിയുന്നുണ്ടെന്ന് അറിയത്തില്ല. ആദ്യം ഒരു ഡാർക്ക് പീച്ച് പോലെ വന്നിട്ട് ബ്രൗൺ പോലെ വന്നിട്ട് പിന്നെ പിങ്കിൽ ഇതിനകത്ത് തിരിയും. കണ്ടോ, ഇങ്ങനെയാണ് അത് വരുന്നത്. എന്നിട്ട് അത് ഈ കളറിലേക്ക് വരുന്നു. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, എല്ലാം ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്കായി. ഇപ്പോൾ ഇത് തന്നെ ഒരു 20 എത്രയോ കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെയും കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കായി. അതുകൊണ്ട് ആർക്കെങ്കിലും ഇതൊക്കെ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക, ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. ഓക്കെ ഗൈസ്, ബൈ ബൈ. എന്തെങ്കിലും വേണമെങ്കിൽ കമൻറ്റിൽ പറയൂ. ഹാവ് എ നൈസ് ഡേ. ഇതാണ് ഞങ്ങളുടെ പ്രകൃതി. അമ്മ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാമോന്ന് അറിയത്തില്ല, ഇവിടെ നിന്നുള്ള വ്യൂ ആണ് വെള്ളിക്കൽ പാർക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.